നമ്മുടെ പുഷപ്പ് ചലഞ്ചിന്റെ 6ാമത്തെ ദിവസം നമ്മൾ ദമാസ്കസ് സ്ട്രീറ്റിൽ ഡൊമിനോസ് പിസയുടെ മുമ്പിൽ വെച്ചാണ് ഇന്ന് 6 പുഷപ്പ് നമ്മൾ എടുത്തത്. 6 എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയുന്നത് നമ്മുടെ യുവരാജ് സിംഗ് അടിച്ച 6 സിക്സുകളാണ്. എന്നാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ 6 ബോളിൽ 6 സിക്സുകൾ ആദ്യമായിട്ട് അടിച്ചത് 1968 സർ ഗർഫീൽഡ് സോബേഴ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ട് ക്രിക്കറ്ററാണ്. അത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലാണ് പുള്ളിക്കാരൻ 6 സിക്സ് അടിച്ചത്. അതിനുശേഷമാണ് നമ്മുടെ രവി ശാസ്ത്രി 1995 6 സിക്സുകൾ അടിക്കുന്നത്. അത് ഡൊമസ്റ്റിക്കാണ് അടിച്ചത്. പിന്നീടാണ് 2007 വൺ ഡേ ഇന്റർനാഷണൽ ആദ്യമായിട്ട് 6 ബോൾ 6 സിക്സ് അടിക്കുന്നത് നമ്മുടെ ഹെർഷൽ ഗിബ്സ് ആണ്. 2007 T20 ആദ്യമായിട്ട് സിക്സ് അടിക്കുന്നത് 6 ബോൾ 6 സിക്സ് അടിക്കുന്നത് നമ്മുടെ യുവരാജ് സിംഗ് ആണ്. പിന്നീട് 6 ബോൾ 6 സിക്സ് അടിക്കുന്നത് അസ്രത്തുള്ള സസായി ആണ്. അഫ്ഗാനിസ്ഥാന്റെ പ്രീമിയർ ലീഗ്, അഫ്ഗാൻ പ്രീമിയർ ലീഗിലാണ് 2018 ഈ പുള്ളിക്കാരൻ ഇത്രയും സിക്സ് അടിക്കുന്നത്. പിന്നീട് ന്യൂസിലൻഡിലെ ഒരു T20 ലീഗിൽ ലിയോ കാർട്ടർ എന്ന് പറഞ്ഞൊരു പ്ലെയർ അടിച്ചിട്ടുണ്ട് 6 ബോൾ 6 സിക്സ്. പിന്നീടാണ് 2021 നമ്മുടെ കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് പിഞ്ച് ഹിറ്ററായിട്ടുള്ള കേരൻ പൊള്ളാർഡ് വൺ ഡേ ഇന്റർനാഷണലിൽ 6 ബോൾ 6 സിക്സ്. അത് ലോകത്തിൽ തന്നെ രണ്ടാമതാണ് സംഭവിക്കുന്നത്. ആദ്യമേ ഗിബ്സ് ആയിരുന്നു, സെക്കൻഡ് ആയിട്ടാണ് നമ്മുടെ പൊള്ളാർഡ് 6 ബോൾ 6 സിക്സ് അടിക്കുന്നത്. അതേ വർഷം തന്നെ 2021 ജാസ്കരൻ മൽഹോത്ര USA പ്ലെയർ ആണ്. പുള്ളിക്കാരൻ വൺ ഡേ ഇന്റർനാഷണലിൽ പപ്പുവ ന്യൂഗിനിയെ എന്ന് പറയുന്ന കുഞ്ഞു ടീമിനെതിരെയും 6 ബോൾ 6 സിക്സ് അടിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് 6 ബോൾ 6 സിക്സ് അടിച്ചത് ദിബേന്ദ്ര സിംഗ് ഏരി എന്ന് പറയുന്ന നേപ്പാൾ പ്ലെയർ ആണ്. T20 ഇന്റർനാഷണൽ എഗെയിൻസ്റ്റ് ഖത്തർ എന്ന് പറഞ്ഞ ചെറിയ ടീമിനെതിരെയാണ് പുള്ളിക്കാരൻ 6 ബോൾ 6 സിക്സ് അടിച്ചത്. ഇറ്റ് സെൽഫ് നേപ്പാളും ഒരു ചെറിയ ടീം തന്നെയാണ്. അപ്പോൾ 6 എന്ന നമ്പറിൽ ഇതാണ് എനിക്ക് ഇന്ന് ഓർത്തെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച കേട്ടോ, അല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ വിവരമുള്ള ആളൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഒരു പുഷപ്പ്, 2 ദിവസം 2 പുഷപ്പ്, അങ്ങനെ നമ്മൾ ഇന്ന് 6ാമത്തെ ദിവസം 6 പുഷപ്പ് അടിച്ചു. 365 ദിവസം 365 പുഷപ്പ് എന്ന ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ പടവ് വെച്ച് ഓരോ ദിവസം ചുവട് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പുഷപ്പ് എന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്കിത് വലിയൊരു പുഷപ്പ് തന്നെ ആയിരിക്കും. സോ എല്ലാവരും പുഷപ്പ് എന്ന് കമൻറ്റ് ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോളോയിങ് മാക്സിമം നമ്മുടെ പേജുകളെല്ലാം ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ പുഷപ്പിൻ്റെ പവർ കൂടും. സോ നാളെ 7ാമത്തെ ദിവസമാണ്, പറയണ്ടല്ലോ. സൂ